ഇപ്പം നല്ല വേനലായതുകൊണ്ട് തന്നെ വിയർപ്പ് ധാരാളം അധികമായിട്ട് വരുന്ന ഒരു സമയമാണ് എല്ലാവർക്കും. ഈ ബോഡി ഓഡറിൻ്റെ ഒരു പ്രശ്നമുള്ളവർ ധാരാളമായിട്ട് നമുക്ക് ഡിയോഡ്രൻസും അതുപോലെ പെർഫ്യൂംസും ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ദേഹത്തിനും സ്കിന്നിനും അത്ര അധികം നല്ലതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഈ സ്മെല്ലിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് അവർക്കത് ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല. അപ്പം പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ നമ്മൾ ആയുർവേദിക് ആയിട്ടുള്ള രീതിയിലായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പെർഫ്യൂംസ് ആയിട്ടുള്ളത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ ഒത്തിരി റിക്വസ്റ്റ് വന്നപ്പോഴാണ് നമ്മൾ ഈ ബോഡി ഓഡർ കുറയ്ക്കാനും അതുപോലെ വിയർപ്പിനെ ഒന്ന് പ്രതിരോധിക്കാനും സ്കിന്നിനെ സംരക്ഷിക്കാനും പറ്റുന്ന രീതിയിൽ എന്താണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്. ബോഡി സ്പ്ലാഷ് ആണ് നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് വരുന്നത്. ഈ ബോഡി സ്പ്ലാഷ് എന്ന് പറയുന്നത് 100% ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സ്കിന്നിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. എന്നാൽ നാച്ചുറലി നിങ്ങളുടെ സ്കിന്നിന്റെ ആ ഒരു എന്താ പറയുക, വിയർപ്പുണ്ടാകുന്ന പ്രവണതയെ കുറയ്ക്കുന്ന രീതിയിലുള്ള നാൽപ്പാമരം പോലുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് ഫേസ് മിസ്റ്റ് എന്നുള്ളൊരു പ്രോഡക്റ്റ് നിലവിൽ ഉണ്ടായിരുന്നു. അത് ഫേസിലേക്ക് സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ബോഡി സ്പ്ലാഷ് എന്നുള്ള രീതിയിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാണ്. അത് 4 പ്രത്യേക മണങ്ങളിൽ നമുക്കത് അവൈലബിൾ ആണ്. ഒന്ന് ലെമൺ ഫ്രാഗ്രൻസിൽ നമുക്കത് അവൈലബിൾ ആണ്, നാൽപ്പാമരം അവൈലബിൾ ആണ്, ലാവൻഡർ അവൈലബിൾ ആണ്, പിന്നെ ഓറ എന്ന് പറയുന്ന ഒരു പ്രത്യേക പെർഫ്യൂം സ്മെല്ലുള്ളത് അവൈലബിൾ ആണ്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന മണങ്ങളൊന്നും തന്നെ സ്കിന്നിനെ ദോഷകരമായി ബാധിക്കുന്നതല്ല. സ്കിന്നിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള സ്മെല്ലുകൾ, വളരെ മൈൽഡർ വിത്തിൻ ലിമിറ്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആൽക്കഹോൾ കണ്ടന്റും നമുക്ക് 0% ആണ് വരുന്നത്. നമുക്കതിന്റെ ബേസ് ആയിട്ടും നമുക്ക് അത്യാവശ്യം റോസ് വാട്ടർ അത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് യാതൊരു വിധത്തിലുള്ള ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടാക്കില്ല. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിയിൽ തന്നെ അത്യാവശ്യം സ്പ്രേ ചെയ്യാവുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ്, എവിടെയും നമുക്ക് ക്യാരി ചെയ്യാം. പിന്നെ വല്ലാതെ അങ്ങ് സ്റ്റിക്കിയോ അങ്ങനെ ഒന്നുമല്ല, അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളതാണ്. കുറച്ചും കൂടി വാട്ടർ കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ഇത് ഡ്രസ്സിൽ സ്പ്രേ ചെയ്യുന്നതല്ല, ബോഡിയിൽ യൂസ് ചെയ്യുന്നതാണ്. ബോഡി സ്പ്ലാഷ് എന്നുള്ള പേരിലാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും നമുക്കൊരു 100 ml ക്വാണ്ടിറ്റി ആണ് ഇതിൻ്റെ ഒരു പാക്കിംഗ് വരുന്നത്. ഈ 4 ഫ്ലേവറുകളിൽ നമുക്കിത് അവൈലബിൾ ആണ്.